വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ സൗജന്യ നട്ടെല്ല് രോഗനിർണയ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നു. നടുവേദന, കഴുത്തുവേദന, പുറംവേദന, ഡിസ്ക് സംബന്ധിച്ചുള്ള എല്ലാ അസുഖങ്ങൾക്കും വിദഗ്ധ ചികിത്സ. താക്കോൽദാര ശസ്ത്രക്രിയകൾ, സ്പൈൻ ഫ്യൂഷൻ ശസ്ത്രക്രിയകൾ, നട്ടെല്ലിൽ ഉണ്ടാകാവുന്ന വളവുകൾ, നട്ടെല്ല് രോഗ വിദഗ്ധൻ ഡോക്ടർ ധീരജൻ എന്ന ഡോക്ടറുടെ സേവനം. കൂടുതൽ വിവരങ്ങൾക്ക് 9188401016. മാക്സ് കെയർ ഹോസ്പിറ്റൽ, വടക്കാഞ്ചേരി. മടങ്ങിയെത്തിയതിൽ ആശ്വാസമെന്ന് റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ അകപ്പെട്ട് തിരിച്ചെത്തിയ തൃശൂർ സ്വദേശി ജെയിൻ കുര്യൻ. രേഖകൾ കൈവശമുണ്ടായിരുന്നുവെന്നും റഷ്യയിലെ മലയാളി അസോസിയേഷൻ സഹായിച്ചുവെന്നും ജെയിൻ പറയുന്നു. ഇന്ത്യയിലേക്ക് ടിക്കറ്റ് എടുത്ത് നൽകിയതും മലയാളി അസോസിയേഷനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആശുപത്രിയിൽ നിന്ന് ക്യാമ്പിലേക്ക് മാറ്റുന്നതിനിടെ രക്ഷപ്പെടുകയായിരുന്നു. 10 ദിവസം മാത്രമാണ് പരിശീലനം ലഭിച്ചത്. യുദ്ധഭൂമിയിൽ സൈനികർക്കൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത്. 6 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേർ കൊല്ലപ്പെട്ടു, ജെയിൻ വ്യക്തമാക്കി. കൊല്ലപ്പെട്ട ബിനിലിന്റെ മൃതദേഹം എവിടെയെന്ന് അറിയാമെന്നും പക്ഷേ നാട്ടിലെത്തിക്കണമെങ്കിൽ റഷ്യൻ സൈന്യം സഹായിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മൃതദേഹം മോസ്കോയിലെത്തിച്ചാൽ മാത്രമേ നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കൂവെന്നും വ്യക്തമാക്കി. ബിനിലിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്ന് കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ജെയിൻ അല്പസമയത്തിനകം വീട്ടിലെത്തും. യുദ്ധമുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജെയിൻ കുര്യനെ മോസ്കോയിലെ ആശുപത്രിയിൽ നിന്നും ഇന്ന് രാവിലെ 5 മണിയോടെ ഡൽഹിയിൽ എത്തിക്കുകയായിരുന്നു. പിന്നാലെ ഫോണിൽ കുടുംബത്തെ ബന്ധപ്പെട്ട ജെയിൻ തന്നെയാണ് മോചന വിവരം അറിയിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ജെയിനിനെ സുഹൃത്തുക്കൾ എത്തി സ്വീകരിച്ചു. ജെയിനിനെ കൊണ്ടുവരാനായതിൽ കുടുംബം നന്ദി പ്രകടിപ്പിച്ചു. പട്ടാള ക്യാമ്പിലേക്ക് തിരികെ എത്തിക്കുമെന്നുള്ള ആശങ്കകൾക്കിടയിലാണ് ജെയിനിന്റെ അപ്രതീക്ഷിത മോചനം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.